Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കേരള ലഞ്ച് മെനുവിന്റെ ദിവസമാണ്. ഇന്ന് 30ാമത്തെ മെനുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഉണ്ടാക്കിയത് മത്തങ്ങ അല്ലെങ്കിൽ മത്തൻ ഉപയോഗിച്ച ഒരു പുളിങ്കറി, പിന്നെ കടല ഉപയോഗിച്ച ഒരു ഉലർത്ത്. ഇത് നമ്മൾ പണ്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുവരുന്ന ഡിഷാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് ഫിഷ് ഫ്രൈ. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് മത്തൻ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാനിടാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ചുവന്ന മുളകിടുക, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് സവാള ആഡ് ചെയ്തിട്ട് അതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് സവാള ഒന്ന് ചോക്കുന്ന വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇവിടെ മത്തൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തുവരപ്പരിപ്പ് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പുളി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇവിടെ ഉള്ളി നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും ചേർത്തിട്ട് മസാല ഒന്ന് മൂക്കുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടല പ്രഷർ കുക്ക് ചെയ്ത് വെച്ചത് ചേർക്കാം. അതിൽ കുറച്ച് വെള്ളവും കൂടി ഉണ്ട്, വേവിച്ച വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു. കടല വല്ലാണ്ട് ഡ്രൈ ആവാൻ പാടില്ല, കുറച്ചൊരു നനവുള്ള പോലെ കുക്ക് ചെയ്തെടുക്കുക. വല്ലാണ്ട് ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ മത്തൻ നന്നായി തിളച്ച് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. കടുക്, ഉലുവ, മുളക്, കരിവേപ്പിലയാണ് ഞാൻ വറുത്തിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മെനു റെഡിയായി. അപ്പോൾ ഈ സിമ്പിൾ മെനു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.